എല്ലാ സ്ത്രീകളും ഒരു 18-20 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് ഇത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് സ്വയം സ്തന പരിശോധന നടത്തണം. മുഴകൾ ബ്രസ്റ്റിൽ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഭാഗത്തും വരാം. കക്ഷത്തിലും വേണമെങ്കിൽ ഈ തോളൽ, ഈ ക്ലാവിക്കിളിൻ്റെ മുകളിലുള്ള ഭാഗത്തും വേണമെങ്കിൽ നമുക്ക് ഈ മുഴകളായിട്ട് വേണമെങ്കിൽ വരാം. 5 സ്റ്റെപ്പ് ഉണ്ട് സ്ക്രീനിങ്, സ്വയം ബ്രസ്റ്റ് പരിശോധനയുടെ. അതിൻ്റെ ഒരു ചിത്രങ്ങൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നതായിരിക്കും, അത് നോക്കുക. സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ക്യാൻസറുള്ള ഒന്നാണ് ബ്രസ്റ്റ് ക്യാൻസർ. അപ്പം ഈ ചിത്രത്തിലുള്ള പോലെ ക്യാൻസറിൻ്റെ ബ്രസ്റ്റിൽ മാത്രമല്ല, അതിൻ്റെ അകത്ത് കടലകൾ പോകുന്ന പടങ്ങൾ കൂടി നിങ്ങൾക്ക് കാണാം. കക്ഷത്തിലേക്കും ഉണ്ട്, പിന്നെ നമ്മുടെ ഈ തോളലിൻ്റെ മുകളിലുള്ള ഭാഗമുണ്ട്, പിന്നെ നെഞ്ചിൻ്റെ ഈ നടുക്കുള്ള ഈ ഭാഗമുണ്ട്. ഈ ഭാഗത്തെല്ലാം ബ്രസ്റ്റിൻ്റെ ഈ ലിംഫാറ്റിക് ചാനൽ എന്ന് പറയും, കടലകളിലേക്ക് പോകുന്ന ധമനികൾ എന്ന് വേണമെങ്കിൽ പറയാം, ലിംഫാറ്റിക് ചാനൽ. ഈ ചാനൽസിലൂടെ ഒക്കെ ഈ ഭാഗത്തേക്കും കൂടി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ സ്വയം ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യുമ്പോഴും എപ്പോഴും ഈ ഒരു ഭാഗങ്ങൾ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തണം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത, ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത. ഇനി ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെ കൊണ്ട് ബ്രസ്റ്റ് ക്യാൻസർ വരാം എന്നുള്ളത്. ഒന്ന്, നേരത്തെ പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് രക്തബന്ധത്തിൽ ഉള്ളവർക്ക് വന്നു കഴിഞ്ഞാൽ നിർബന്ധമായും വരുമെന്നല്ല, വരാനുള്ള സാധ്യതയുണ്ട്. ബന്ധുത്വം കൊണ്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ കൂടുതൽ ശ്രദ്ധ പുലർത്തണം, സ്വയം സ്തന പരിശോധന നടത്തണം. അതുകൂടാതെ തന്നെ എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒരു ഡോക്ടറുടെ സഹായം തേടണം. രണ്ടാമത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റിൻ്റെ കേസിൽ പറഞ്ഞാൽ ഈസ്ട്രജൻ, നമ്മുടെ ഹോർമോൺ ഈസ്ട്രജൻ ഒരു പ്രധാനപ്പെട്ട വില്ലനാണ് ഈ ബ്രസ്റ്റ് ക്യാൻസർ വരുന്നതിൽ. അതായത് ഇപ്പോൾ പീരീഡ്സ് നേരത്തെ തുടങ്ങുക, മാസമുറ നേരത്തെ തുടങ്ങുന്ന സ്ത്രീകൾക്ക് നേരത്തെ തന്നെ ഈസ്ട്രോജൻ്റെ അളവ് അപ്പോൾ കൂടി വരുന്നു. അപ്പോൾ ഇങ്ങനെ തുടങ്ങുന്ന സ്ത്രീകളിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. നിർബന്ധമായും വരുമെന്നല്ല, വരാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ മാസമുറ വൈകി അവസാനിക്കുക, അപ്പോഴും ഈസ്ട്രോജൻ്റെ അളവ് കൂടി തന്നെ നിൽക്കുക, അല്ലേ? നോർമൽ മാസമുറ അവസാനിക്കുമ്പോൾ ഈസ്ട്രോജൻ്റെ അളവ് കുറഞ്ഞു വരും. അപ്പം ഒരുപാട് സാധാരണ 45 വയസ്സിൽ അല്ലെങ്കിൽ 50 വയസ്സിൽ നിൽക്കേണ്ടത് 55 വയസ്സിലേക്ക് നീണ്ടു കഴിഞ്ഞാൽ അത്രയും നാളും കൂടി ഈസ്ട്രോജൻ്റെ അളവ് ശരീരത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ വൈകി അവസാനിച്ചു കഴിഞ്ഞാലും ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഗർഭം ധരിക്കാതിരിക്കുന്ന സ്ത്രീകളിൽ ഈസ്ട്രോജൻ്റെ അളവ് കൂടുതൽ തന്നെ ആയിരിക്കും. കാരണം പ്രഗ്നൻ്റ് ആകുമ്പോൾ ഹോർമോണൽ വ്യത്യാസങ്ങൾ പ്രൊജസ്ട്രോണിൽ മാറി വരും. ഗർഭം ധരിച്ച സ്ത്രീകളെക്കാൾ കൂടുതൽ സാധ്യത ഗർഭം ധരിക്കാതെ ഉള്ള സ്ത്രീകൾക്കായിരിക്കും, പ്രസവിക്കാത്ത സ്ത്രീകളിലായിരിക്കും കൂടുതൽ വരാനുള്ള സാധ്യത. അതുപോലെ മുലയൂട്ടാത്ത സ്ത്രീകളിലായിരിക്കും കുറച്ചും കൂടി കൂടുതൽ സാധ്യത. അങ്ങനെ ഈസ്ട്രോജൻ ഇതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട ഒരു റോള് വഹിക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ബ്രസ്റ്റ് ക്യാൻസറിൽ മുഴകളായിട്ടായിരിക്കും ഉണ്ടാവുക. മുഴകൾ പ്രത്യേകിച്ച് നമുക്ക് പുറമേക്കും കാണണമെന്നില്ല, തൊട്ട് നോക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി ആഴത്തിൽ തൊട്ട് നോക്കുമ്പോഴായിരിക്കും നമുക്കത് കൃത്യമായിട്ടത് മനസ്സിലാവുക. നമുക്കറിയാം, നമ്മൾ തൊടുമ്പോൾ തന്നെ നമ്മുടെ നെറ്റിയിൽ, മൂക്കിലും ചുണ്ടിലും തൊടുമ്പോൾ മൂന്ന് രീതിയിലായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. നെറ്റിയിൽ കുറച്ചും കൂടി ഹാർഡായിരിക്കും, മൂക്കിൽ തൊടുമ്പോൾ കുറച്ചും കൂടി ഒരു സോഫ്റ്റിൻ്റെയും ഹാർഡിൻ്റെ ഇടയ്ക്കുള്ള ഇതാണ്. ലിപ്സിലാകുമ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ്. അപ്പം ബ്രസ്റ്റ് ക്യാൻസറിലെ മുഴകളിൽ ഈ ഒരു ഹാർഡ് കൺസിസ്റ്റൻസിയാണ്, അതായത് ഹാർഡ് ലംബായിരിക്കും, യൂഷ്വലി മുഴകളായിരിക്കും, ഈ ഒരു കട്ടി ഉണ്ടാവും. അതിന് കുറച്ചും കൂടി വളരെ തുടക്കത്തിൽ ചിലപ്പോൾ ആ കട്ടി ഉണ്ടാവണമെന്നില്ല, പക്ഷെ ഒരു മിഡിൽ ഫേസ് ആയി കഴിയുമ്പോൾ തന്നെ ആ ഒരു കട്ടി ഉണ്ടായി വരും. അപ്പോൾ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം ബ്രസ്റ്റ് പരിശോധിക്കുക എന്നുള്ളതാണ് ഇത് കണ്ടെത്താനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം. അത് നമ്മൾ അതിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ലക്ഷണങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം മുഴകളായിട്ട് വരാം. മുഴകൾ ബ്രസ്റ്റിൽ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഭാഗത്തും വരാം. കക്ഷത്തിലും വേണമെങ്കിൽ ഈ തോളൽ, ഈ ക്ലാവിക്കിളിൻ്റെ മുകളിലുള്ള ഭാഗത്തും വേണമെങ്കിൽ നമുക്ക് ഈ മുഴകളായിട്ട് വേണമെങ്കിൽ വരാം. അപ്പം കക്ഷവും ഈ ഏരിയയും കൂടി വളരെ പ്രധാനമായിട്ടായിട്ട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിപ്പിളിലൂടെ എന്തെങ്കിലും, മുലക്കണ്ണിലൂടെ എന്തെങ്കിലും ഡിസ്ചാർജ് പോലെ വരാം. രക്തമോ അല്ലാതെയുള്ള സ്രവങ്ങളായിട്ട് വരാം. അതിന് ചുറ്റുമുള്ള തൊലി ചിലപ്പോൾ ഇളകി പോകാം. പിന്നെ ബ്രസ്റ്റിൻ്റെ സ്കിന്നിൻ്റെ ഒരു അപ്പിയറൻസ് ഓറഞ്ചിൻ്റെ തൊലി പോലെ ചിലപ്പോൾ ഉണ്ടാവാം. ഓറഞ്ചിൻ്റെ തൊലി നമ്മൾ കണ്ടിട്ടുണ്ടാവും, അല്ലേ? ഓറഞ്ചിൻ്റെ തൊലിയിൽ ഇങ്ങനെ ചെറിയ കുത്തുകൾ പോലെ ഉണ്ടാവും. അതുപോലെ സ്കിന്നിൽ ഇങ്ങനെ ചെറിയ കുത്തു പോലെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ബ്രസ്റ്റ് ക്യാൻസറിൽ. അപ്പം ഇതൊക്കെയാണ് ഒരു സാധാരണഗതിയിൽ ഇതിൻ്റെ ഒരു ലക്ഷണങ്ങൾ. അപ്പം ഇനി നമുക്ക് ഒരു 5 സ്റ്റെപ്പ് ഉണ്ട് സ്ക്രീനിങ്, സ്വയം ബ്രസ്റ്റ് പരിശോധനയുടെ. അതിൻ്റെ ഒരു ചിത്രങ്ങൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നതായിരിക്കും, അത് നോക്കുക. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിരീക്ഷിക്കുകയാണ്. കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് നമ്മൾ ഇങ്ങനെ നോക്കും. കൈ ഇങ്ങനെ ഇടുപ്പിൽ വെച്ചിട്ട് നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് നോക്കും. നമുക്ക് നോക്കുമ്പം എന്തെങ്കിലും മുഴകൾ പ്രകടമായിട്ടുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം.
രണ്ട് ബ്രസ്റ്റും കമ്പയർ ചെയ്ത് നോക്കണം. ഒരെണ്ണത്തിൻ്റെ പൊസിഷൻ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ, നിപ്പിൾസ് ഉള്ളിലേക്ക് വലിഞ്ഞിട്ടുണ്ടോ. ചിലപ്പോൾ നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ അത് മനസ്സിലാവണമെന്നില്ല. നേരെ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നോക്കുമ്പോഴായിരിക്കും അത് കൂടുതൽ ചിലപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലായി വരുന്നത്. അപ്പോൾ അങ്ങനെ നിരീക്ഷിക്കുക എന്തെങ്കിലും മുഴകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. രണ്ടാമത് നമ്മൾ കൈകൾ മുകളിലോട്ട് ഉയർത്തുക. കൈകൾ മുകളിലോട്ട് ഉയർത്തുമ്പോഴത്തേക്ക് എന്തെങ്കിലും കക്ഷത്തിൽ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും മുഴകളുണ്ടോ എന്നുള്ള സ്റ്റെപ്പ് നോക്കുക. മൂന്നാമത്തെ നമ്മൾ കടന്നിട്ട് നമ്മളിങ്ങനെ തൊട്ട് നോക്കുക. തൊടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈയുടെ അറ്റം വെച്ചിട്ടല്ല നമ്മൾ തൊട്ട് നോക്കേണ്ടത്, കൈയുടെ ഈ പരന്ന വശം വെച്ചിട്ടാണ് നമ്മൾ തൊട്ട് നോക്കുന്നത്. ഒരു ക്ലോക്കിൻ്റെ മാതൃക ഓർക്കുക. ക്ലോക്കിൽ 12 മണി, 3 മണി, 6 മണി, 9 മണി, 12 മണി, ഇങ്ങനെ ഇത്രയും സമയങ്ങളുള്ളൂ. അപ്പം ബ്രസ്റ്റും ഇതേപോലെ തന്നെ നമ്മൾ ആ 12 മണിയിൽ തുടങ്ങി 3 മണി, 6 മണി, 9 മണി, അങ്ങനെ എല്ലാ ഭാഗവും ഇങ്ങനെ ചുറ്റി കൈയുടെ പരന്ന വശം വെച്ചിട്ട് നോക്കുക. അപ്പോൾ എന്തെങ്കിലും മുഴകളുണ്ടെങ്കിൽ നമുക്ക് ആഴത്തിലുണ്ടെങ്കിലും മനസ്സിലാക്കാൻ പറ്റും. കൈയുടെ അറ്റം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ബ്രസ്റ്റിൽ അല്ലാതെ തന്നെ കൊഴുപ്പുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് മുഴകളായിട്ട് തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യത കൂടുതലാണ്. കാരണം അറ്റത്ത് കുറച്ചും കൂടി സെൻസിറ്റിവിറ്റി കൂടുതലാണ്. നമ്മുടെ വിരലിൻ്റെ അറ്റത്ത് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം, ഒരു സ്ഥലത്ത് തൊടുമ്പോൾ വിരലിൻ്റെ അറ്റം വെച്ച് തൊടുമ്പോഴും വിരലിൻ്റെ പരന്ന വശം വെച്ച് തൊടുമ്പോഴും വേറെ രണ്ട് ഡിഫറൻറ്റ്. കാരണം ഇവിടെ കൂടുതൽ നെർവ് എൻഡിങ്സ് ഉള്ളതുകൊണ്ട് ഭയങ്കര സെൻസിറ്റിവിറ്റി കൂടുതലാണ്. ചെറിയ കാര്യങ്ങൾ പോലും മുഴകളായിട്ട് നമുക്ക് സംശയം തോന്നും. അപ്പോൾ കുറച്ചും കൂടി ഡിറ്റക്റ്റ് ചെയ്യാൻ നല്ലത് എപ്പോഴും പരന്ന വശം വെച്ച് ഇവിടെ തൊട്ട് നോക്കുമ്പോഴാണ്. അത് ഈ ചുറ്റി ഈ ക്ലോക്കിൻ്റെ മാതൃകയിൽ 12 മണി, 3 മണി, 6 മണി, 9 മണി, വീണ്ടും 12 മണി, അങ്ങനെ എല്ലാ ഭാഗവും ബ്രസ്റ്റിനെ നോക്കുക. അത് കൂടാതെ കക്ഷം നോക്കുക, ഈ ക്ലാവിക്കൾ, ഈ എല്ലിൻ്റെ തോളൻ്റെ മുകളിലുള്ള ഭാഗവും എല്ലാം തൊട്ട് നോക്കുക. അതുപോലെ 2 ബ്രസ്റ്റും നോക്കുക. ഇത് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഇങ്ങനെ തൊടുമ്പോൾ എന്തെങ്കിലും സ്രവങ്ങൾ വരുന്നുണ്ടോ നോക്കുക ഉണ്ടോ, ഡിസ്ചാർജ് നെപ്പിളിൽ നിന്ന് എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളതാണ് 4ാമത്തെ സ്റ്റെപ്പ്. 5ാമത്തെ സ്റ്റെപ്പ് തന്നെ നമ്മൾ കൈ ഉയർത്തി ചെയ്ത് നോക്കുക. ഇപ്പോൾ ഈ ഒരു 5 സ്റ്റെപ്പ് എന്തായാലും വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ സ്ത്രീകളും ഒരു 18-20 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് ഇത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് സ്വയം സ്തനപരിശോധന നടത്തണം. പ്രത്യേകിച്ച് ആദ്യത്തെ പീരീഡ്സിൻ്റെ ആദ്യത്തെ ഒരു 7 ദിവസങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാവണമെന്നില്ല. കാരണം അല്ലെങ്കിൽ തന്നെയും കുറച്ചൊരു എൻലാർജ്മെൻറ്റ് വരാം, വേദന വരാം. അപ്പം ആദ്യത്തെ ഒരു 7 ദിവസം കഴിഞ്ഞിട്ടുള്ള സമയമായിരിക്കും ഏറ്റവും നല്ലത് ഇങ്ങനെ സ്വയം ടച്ച് ചെയ്ത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളാണെങ്കിൽ മാമോഗ്രാം എന്ന് പറഞ്ഞ ഒരു ചിത്രം ഉൾപ്പെടുത്താം. മാമോഗ്രാം ബ്രസ്റ്റ് ഇങ്ങനെ ഒരു എക്സ്റേ ഫിലിമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു പ്ലേറ്റിനുള്ളിൽ വെച്ചിട്ട് എക്സ്റേ എടുത്ത് നോക്കുന്നതാണ് മാമോഗ്രാം എന്ന് പറഞ്ഞത്. 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ മാമോഗ്രാം ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. നേരത്തെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അൾട്രാസൗണ്ടിനേക്കാളും സെൻസിറ്റിവിറ്റി മാമോഗ്രാമിനുണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട. ഇനി എന്തെങ്കിലും മുഴകൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഒരു സർജനെ കാണുക. അപ്പോൾ സംശയമുള്ള മുഴകളിൽ നിന്ന് FNAC, ബയോപ്സി തുടങ്ങിയ ടെസ്റ്റുകൾ ചെയ്യും. നേരത്തെ പറഞ്ഞു, FNAC എന്ന് പറഞ്ഞാൽ നീഡിൽ വെച്ച് കുത്തി പരിശോധിക്കുന്നു. ബയോപ്സി എന്ന് പറഞ്ഞാൽ ഒരു കോശം, ഒരു പീസ് മുറിച്ചെടുത്ത് പരിശോധിച്ച് മൈക്രോസ്കോപ്പിൽ കൂടി നോക്കുന്നു. ഇങ്ങനെയാണ്. പിന്നെ ബാക്കി ക്ലിനിക്കൽ പരിശോധനകൾ ഡോക്ടർ നടത്തുന്നതാണ്. എന്നിട്ട് കൺഫേം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യും. സാധാരണഗതിയിൽ വളരെ തുടക്കത്തിൽ കാണുവാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുക, സർജറി ചെയ്യുക, ശസ്ത്രക്രിയ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കീമോതെറാപ്പി ചെയ്യുക. അതായത് കീമോതെറാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്നുകൾ നമ്മൾ IV ഫ്ലൂയിഡ്സ് ഉണ്ട്, നമ്മൾ ഡ്രിപ്പുകൾ എന്നൊക്കെ പറയില്ല, അതിലേക്കൊക്കെ ഇട്ടിട്ട് നമ്മൾ കൊടുക്കുന്ന ടെക്നിക്കുകളാണ് കീമോതെറാപ്പി യൂഷ്വലി. പിന്നെ റേഡിയേഷൻ ചികിത്സ, പിന്നെ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറഞ്ഞൊരു ഫീൽഡും കൂടി കൂടുതലായിട്ട് ഡെവലപ്പായി വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ മെയിനായിട്ടുള്ള ചികിത്സകൾ.